ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അനുമോളുടെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, അനുമോളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ പറഞ്ഞ എന്താ പറയാ സാധനങ്ങളിലൊന്നും ഞാൻ കള്ളത്തരം ആഡ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? താൻ കൂടുതലൊന്നും പറയണ്ട. ദേഷ്യം വന്നപ്പോ അവിടെ നിന്ന് ഇവിടുന്നും പറയും, അത് കള്ളത്തരമാണ്. ഞാൻ അപ്പൊ തന്നെ മാറ്റി പറയും, കാരണം എനിക്ക് വേറൊരാളെ കുത്തേണ്ട ആവശ്യമില്ല. നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. എന്റെ അമ്മ സത്യം, എന്റെ ദൈവം എന്ന് പറഞ്ഞ് എല്ലാ ദൈവങ്ങളും ഞാൻ അങ്ങനെ ഔട്ടായി പോട്ടെ. അയ്യോ വിവേകേട്ട, ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും. ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ നമ്പർ എഴുതി കൊടുത്തത്. എന്നെ വിശ്വസിക്കും. നിങ്ങൾക്ക് 7 വർഷമായിട്ട് അറിഞ്ഞൂടെ? അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. താനിങ്ങനെ എമോഷണലായ എല്ലാ കാര്യങ്ങളും പുറത്തെറിഞ്ഞ് വൃത്തികേടാകും. ഇതൊക്കെ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാൻ സത്യമായിട്ട് ഞാൻ തോന്നുന്നു. ഇതൊക്കെ എന്തുവാ ചേട്ടാ ചെയ്യാത്ത കുറ്റമൊക്കെ തലയിൽ വെച്ചിരുന്നത്? അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി. ഞാൻ ഒരു സത്യം പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ PR സാധനങ്ങളാണെങ്കിലും ഇറങ്ങുമ്പോ പറഞ്ഞത്, ഞാനൊരു സാധനം പറഞ്ഞു പൊട്ടിക്കണോ വേണ്ടിയോന്ന്, എനിക്ക് അവിടെ നിന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞു തീർക്കണമായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? അപ്പൊ ഇന്നത് അനു ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ സംഭവങ്ങൾ നീ പറഞ്ഞുണ്ട്. ഒന്നും തോന്നരുത്, പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാന്നുള്ളൊരു സംഗതിയാണ് ഞാൻ ഇതാക്കിയതല്ല. അപ്പൊ അത് പൊട്ടിച്ചു അതൊന്നും നോക്കണം, അതൊന്നുമല്ല. അതെന്താ ഭാഗ്യത്തിന് ഇവളോ ശീഘ്രം ഒരു മനമാറ്റം? കേട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ, അങ്ങനല്ലേ? ഓൾറെഡി മറ്റേ എന്തോ കണ്ടിട്ടാണ് നിന്നത് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് അറിയാതെ വായിന്ന് വന്നതാണ്. അവളെന്ന് പറഞ്ഞ് അതങ്ങനെ അല്ലായിരുന്നു എന്ന്. ഹോമിക്കാൻ കൊടുത്ത് തീ പോയോ വായി പോയോ നമ്മൾ അറിയുന്ന എന്തിന്? അപ്പൊ ഇപ്പൊ എന്നെ ഇഷ്ടം കൂടിയ ആൾക്കാരാണെങ്കിൽ എന്നെ പൊക്കി പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരെ താഴ്ത്തും. നമ്മളും ശരിക്കും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഇപ്പൊ എന്നെ ഇഷ്ടം കുറവുള്ള ആൾക്കാരാണെങ്കിൽ അയാളെ പൊക്കി പറഞ്ഞിട്ട് എന്നെ താഴ്ത്തും. അങ്ങനത്തെ സംഗതികളൊക്കെ നോക്കും. എനിക്കറിയാം ഈ വക പുലിവാലുണ്ടാവുന്നു. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? നൂല് കോർക്കാനായിട്ട് സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. പല സ്ട്രാറ്റജീസ് ആയിരിക്കും ആൾക്കാർ യൂസ് ചെയ്യുക. ചിലപ്പോൾ ആൾക്കാരുടെ ഉള്ളിലുള്ള സാധനങ്ങൾ റിഫ്ലക്ട് ചെയ്യലുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അതൊരു ഗെയിം ഷോ ആണ്. ഗെയിം ഷോ ആയിട്ട് തന്നെ എടുക്കണം എല്ലാവരും. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല തൊണ്ടയിലെ തുപ്പല് പറ്റി. ഓക്കെ, ടാറ്റ.